Hi guys, and welcome to today's session of the Hindu Decode by Geoid. നമ്മൾ എടുത്തിരിക്കുന്ന ന്യൂസ് നിങ്ങൾക്കിവിടെ കാണാം. വേൾഡ് കോർട്ട് അഡ്വൈസറി ഒപ്പീനിയൻ ബൂസ്റ്റ് ക്ലൈമറ്റ് ആക്ഷൻ. ഇത് GS paper 2 അതായത് IR-ലും ഇന്റർനാഷണൽ ലോയിലും വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ഇത് എൻവയോൺമെൻറ്റ് ക്ലൈമറ്റ് ചേഞ്ചുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളൊരു ടോപ്പിക്കാണ്. ഓക്കെ, അതുകൊണ്ട് ഈ ഗ്ലോബൽ ഗവർണൻസ് കൂടി ICJ പറഞ്ഞ കുറച്ച് കാര്യങ്ങളൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസ് പറഞ്ഞത് ഇന്ത്യയുടെ ഫോറിൻ പോളിസി. ഓക്കെ, ഇന്ത്യ കുറച്ച് ആർഗ്യുമെൻസിലൊക്കെ ഇപ്പോൾ ഈ ഇടയിൽ വി ഹാവ് ഇൻവോൾവ്ഡ് ഇൻ സം ആർഗ്യുമെൻറ്റ്സ്. ഓക്കെ, സോ ഇറ്റ് ഡയറക്ട്ലി കണക്ട് ടു അവർ ഡിപ്ലോമാറ്റിക് സ്റ്റാൻഡ്സ്. പിന്നെ ഇൻ്റർനാഷണൽ ഒബ്ലിഗേഷൻസും ഓക്കെ മൾട്ടിലാറ്ററലിസം പോലത്തെ കുറച്ച് കാര്യങ്ങൾ കയറി വരുന്നുണ്ട്. പിന്നെ ഈ മെയിനായിട്ട് ഈ ക്ലൈമറ്റ് ആക്ഷന് വേണ്ടിയിട്ടുള്ള ഒരു ലീഗൽ ബാക്കിംഗ് ആണ്. ഓക്കെ, അങ്ങനെ ഒരു ഇതിലാണ് ഈ ഒരു GS paper 3 ഇമ്പോർട്ടൻ്റ് ആവുന്നത്. ഈ ഒരു പാരീസ് എഗ്രിമെൻറ്റ് ഗോൾസ് പ്രകാരം ഗ്ലോബൽ വാർമിംഗ് 1.5 ഡിഗ്രി സെൽഷ്യസിലോട്ട് നമുക്ക് കുറയ്ക്കണം എന്നുള്ള ആ ഒരു എഗ്രിമെൻ്റ് ഉണ്ടല്ലോ. ഓക്കെ, അതിനെ പറ്റിയിട്ടും പിന്നെ ക്ലൈമറ്റ് ജസ്റ്റിസ്, നാഷണൽ പോളിസി ഇംപ്ലിമെൻറ്റേഷൻ, പിന്നെ ക്ലൈമറ്റ് ലിറ്റിഗേഷൻസ് ആൻഡ് ഓൾസോ ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. നമുക്കപ്പോൾ നമ്മുടെ ന്യൂസിലോട്ട് പോവാം. അപ്പോൾ ഇൻ്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസ് അല്ലെങ്കിൽ ICJ ഒരു അഡ്വൈസറി ഒപ്പീനിയൻ കൊടുത്തിരുന്നു. ഓക്കെ, ഇതൊരു എക്സ്പേർട്ട് ലീഗൽ അഡ്വൈസായിട്ട് നമുക്കിതിനെ കാണാം. ICJ പറഞ്ഞത് ദാറ്റ് ഈ ക്ലൈമറ്റ് ചേഞ്ചിന് അതായത് കൺട്രീസിൻ്റെ കയ്യിലാണ് റെസ്പോൺസിബിലിറ്റി ഉള്ളത്. ഓക്കെ, ദി കൺട്രീസ് ഹാവ് റെസ്പോൺസിബിലിറ്റി ടു ആക്ട് അഗെയിൻസ്റ്റ് ക്ലൈമറ്റ് ചേഞ്ച് എന്നാണ് ICJ പറഞ്ഞത്. ബിക്കോസ് ക്ലൈമറ്റ് ചേഞ്ച് എന്നുള്ളത് ഇറ്റ് ഇസ് എ സീരിയസ് ത്രെറ്റ് ടു ലൈഫ് എന്നുകൂടി ICJ പറഞ്ഞു. ഓക്കെ, ഈവൻ ദോ ഈ ഒരു ഒപ്പീനിയൻസ് ഇതൊന്നും നിയമങ്ങളല്ലെങ്കിൽ കൂടി, ഓക്കെ ഇത് നിയമങ്ങളല്ല, നിങ്ങൾ മസ്റ്റായിട്ട് ഇത് ഫോളോ ചെയ്യണം എന്നൊന്നും പറഞ്ഞിട്ടില്ല, ബട്ട് ദേ ക്യാരി ബിഗ് മോറൽ ആൻഡ് പൊളിറ്റിക്കൽ വെയിറ്റ്. ഓക്കെ, സോ കൺട്രീസ് ഓഫൺ ഫീൽ പ്രഷർ ഫ്രം ദ വേൾഡ് ടു ഫോളോ ദം. ഇപ്പോൾ ഈ ഇടയിൽ മൗറീഷ്യസിൻ്റെ ഭാഗമായിട്ടുള്ള ഈ ഷാഗോസ് ഐലൻഡ് ഇപ്പോൾ ICJ അഡ്വൈസ് ചെയ്തപ്പോഴാണ് UK തിരിച്ചു കൊടുത്തത്. ഓക്കെ, ഇറ്റ് ഈസ് ഷോയിങ് സച്ച് ഒപ്പീനിയൻ ക്യാൻ ആക്ച്വലി ചേഞ്ച് വാട്ട് കൺട്രീസ് ഡു അല്ലേ. സോ ബേസിക്കലി ഇതൊരു പവർഫുൾ അഡ്വൈസ് ആണ്. ഓക്കെ, ഇറ്റ്സ് എ പവർഫുൾ അഡ്വൈസ്, ഒരു ഡയറക്റ്റ് ഓർഡർ അല്ല, ബട്ട് ഇറ്റ് ക്യാൻ സ്റ്റിൽ പുഷ് കൺട്രീസ് ടു ആക്ട്. അപ്പോൾ ഇവിടെ ICJ പറഞ്ഞ മറ്റു കുറച്ച് കാര്യങ്ങളും കൂടി നമുക്ക് നോക്കാം. അതായത് ഈ ഒരു ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസ് പറഞ്ഞത് കൺട്രീസ് ദേ മസ്റ്റ് പ്രൊട്ടക്ട് ദി ക്ലൈമറ്റ് എന്നാണ്. ഓക്കെ, അത് അവരങ്ങനെ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ദേ വിൽ ഹാവ് ലീഗൽ കോൺസിക്വൻസസ് അണ്ടർ ഇന്റർനാഷണൽ ലോ എന്ന് പറഞ്ഞ ഒരു ക്ലിയർ ആയിട്ടുള്ള ലീഗൽ ഡ്യൂട്ടീസിനെ പറ്റിയിട്ട് കോടതി പറഞ്ഞിരുന്നു. അതേപോലെ ദ കോർട്ട് റെഡ് ദ ബിഗ് ക്ലൈമറ്റ് എഗ്രിമെന്റ്സ്. ഇപ്പോൾ നമ്മുടെ ഈ പാരീസ് എഗ്രിമെന്റ് പോലെയുള്ള സാധനങ്ങളൊക്കെ വായിച്ചിട്ട്, ആ ഒരു എഗ്രിമെന്റ്സ് വായിച്ചിട്ട് ഇൻ ദ ലൈറ്റ് ഓഫ് ദി ലേറ്റസ്റ്റ് ക്ലൈമറ്റ് സയൻസ്. So other and they had made them much more stronger and more precise. 1.5 ഡിഗ്രി സെൽഷ്യസ് ആ ഒരു ലിമിറ്റ് വെച്ചു. ഓക്കെ, അത് ഓൾറെഡി ഉള്ളതാണല്ലേ, പാരീസ് അഗ്രിമെന്റ് പ്രകാരം അത് ഉള്ളതാണ്. 2 ഡിഗ്രിയാണ് ഗ്ലോബൽ വാർമിംഗ്. 2 ഡിഗ്രി സെൽഷ്യസിൽ ഒതുക്കണം, അല്ലെങ്കിൽ 1.5 മാക്സിമം. അതിലോട്ട് അതായത് അതിനേക്കാളും കൂടാൻ പറ്റില്ല. ഓക്കെ, 1.5 ഡിഗ്രി സെൽഷ്യസ് വരെ പോവാം. ഓക്കെ, കൂടിപ്പോയാൽ 2 ഡിഗ്രി, അതിൻ്റെ അപ്പുറത്തോട്ട് അത് പോകരുത്. Okay, so even though the Paris said well below 2 degrees Celsius, ICJ പറഞ്ഞത് the real operational target is 1.5 degrees Celsius എന്നാണ്, based on science and global decision and all. ഇനി കൺട്രീസിൻ്റെ ഈ ക്ലൈമറ്റ് പ്ലഡ്ജസ് ഉണ്ടല്ലോ, അതായത് ഈ NDCs, നാഷണലി ഡിറ്റർമൈൻഡ് കോൺട്രിബ്യൂഷൻസ്. സോ ഇത് എല്ലാ രാജ്യങ്ങളും ദേ സെറ്റ് ദെയർ ഓൺ എമിഷൻ റിഡക്ഷൻ ടാർഗറ്റ്. ഓക്കെ, അതായത് ഇത്ര പൊല്യൂഷനെ ഞങ്ങൾ പുറത്തേക്ക് വിടുള്ളൂ എന്നുള്ള ഒരു സാധനം സെറ്റ് ചെയ്യുന്നതാണ് ഈ ഒരു NDCs. ഓക്കെ, ആ ഒരു ലിമിറ്റ് സെറ്റ് ചെയ്യണം. പിന്നെ അവർ 5 വർഷം കൂടുമ്പോൾ അത് മാറ്റിക്കൊണ്ടിരിക്കും വിത്ത് ഇൻക്രീസിങ് അംബീഷൻസ് ഓവർ ടൈം. അതേപോലെ തന്നെ റിച്ച് കൺട്രീസ്, അതായത് ഇങ്ങനൊരു ക്ലൈമറ്റ് ഇഷ്യൂസ് വരാനുള്ള മെയിൻ ആയിട്ടുള്ള കാരണം ഇപ്പോൾ നിലവിലെ റിച്ച് ആയിട്ടുള്ള കൺട്രീസ് ആണ്. ദേ ഹാവ് ഡൺ മോർ ഹിസ്റ്റോറിക്കൽ ഡാമേജ് എന്നാണ് പറഞ്ഞത്. ഓക്കെ, അവരുടെ കയ്യിലാണ് കൂടുതൽ റിസോഴ്സസും ഉള്ളത്. സോ അവർക്കാണ് ഏറ്റവും കൂടുതൽ റെസ്പോൺസിബിലിറ്റി ഉള്ളത് ഫോർ ഫിക്സിങ് ദിസ് പ്രോബ്ലം. ഹെൽപ്പ് എന്നുള്ളത് ഒരു ഓപ്ഷണൽ അല്ല എന്ന് കോടതി പറഞ്ഞു. അതായത് ഡെവലപ്ഡ് കൺട്രീസ് ആർ ലീഗലി ഒബ്ലൈസ് ടു ഗീവ് മണി. ഓക്കെ, പൈസ മാത്രമല്ല, ടെക്നോളജിയും സപ്പോർട്ടും കൊടുക്കണം ഡെവലപ്പിംഗ് കൺട്രീസിന് ഈ ഒരു ക്ലൈമറ്റ് ആക്ഷനിൽ. ഓക്കെ, സോ ദേ മസ്റ്റ് ഡു ഇറ്റ് സിൻസിയർലി. സോ നമുക്കിവിടെ ഒരു ടേക്ക് അവേ പോയിന്റ് ആയിട്ട് ഫൈനലി പറയാനുള്ളത്, ഈ മോസ്റ്റ്ലി ഈ ഒരു ക്ലൈമറ്റ് ചേഞ്ച് കൊണ്ട് റിസ്കിലായിട്ടുള്ള കുറച്ച് രാജ്യങ്ങൾ അവരാണ് UN-നെ പുഷ് ചെയ്തത്. ഓക്കെ, ടു ഗെറ്റ് ദിസ് ICJ's ഒപ്പീനിയൻ. ഇതൊരു വളരെ മേജർ ലീഗൽ വിക്ടറി ആണല്ലേ, അവർക്കൊരു ഇറ്റ് ഈസ് എ വെരി മേജർ വിക്ടറി ഫോർ ദം. അതേപോലെ ഇവിടെ ഏറ്റവും വലിയ പൊല്യൂട്ടേഴ്സും അവരിപ്പോൾ പ്രഷറിലായിരിക്കുകയാണ്. ഓക്കെ, സോ ദ റൂളിംഗ് മേക്ക് ഇറ്റ് ഈസിയർ ടു ഹോൾഡ് ഹൈ എമിഷൻ കൺട്രീസ് അക്കൗണ്ടബിൾ ആൻഡ് പുഷ് ദം ടു ഡു മോർ. അതേപോലെ തന്നെ വേൾഡ് വൈഡ് നമുക്ക് ഈ ഒരു ക്ലൈമറ്റ് ലോ സ്യൂട്ടുകൾ ഇനി അത് ഹെൽപ്പ് ചെയ്യും. ഇന്ത്യയിൽ ഇപ്പോൾ റിതിമ പാണ്ഡെ കേസൊക്കെ ഉണ്ടായിരുന്നു സുപ്രീം കോർട്ടിൽ. ഓക്കെ, വളരെ വീക്കായിട്ടുള്ള ക്ലൈമറ്റ് ആക്ഷൻ ആണുള്ളത്.
ഓക്കെ. സോ അതിനെതിരെ ചാലഞ്ച് ചെയ്തുകൊണ്ടുള്ള ഒരു കേസായിരുന്നു അത്. സോ അതേപോലെ ലോകത്തുടനീളം നടക്കുന്ന ഒരു ക്ലൈമറ്റ് ലോ സ്യൂട്ട്സിന് നമുക്ക് അവർക്ക് ഇത് വളരെ ഒരു ഹെൽപ്ഫുൾ ആയിരിക്കും. അതേപോലെ ഡെവലപ്പിംഗ് കൺട്രീസ്, ഇന്ത്യ പോലെയുള്ള ഡെവലപ്പിംഗ് കൺട്രീസിന് ദേ ക്യാൻ യൂസ് ദിസ് ഒപ്പീനിയൻ ടു ഡിമാൻഡ് മോർ മണി. ഓക്കെ, മണി ആൻഡ് ടെക്നോളജി ഫ്രം റിച്ചർ നേഷൻസ്. ഓക്കെ, അതേപോലെ ഡെവലപ്പിംഗ് നേഷൻസിന് ഒരു വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ആർഗ്യുമെന്റ് നമുക്കിന് ചെയ്യാൻ പറ്റും അഗെയിൻസ്റ്റ് ക്ലൈമറ്റ് റൂൾസ് ദാറ്റ് വുഡ് അൺഫെയർലി ഹാം ദെയർ എക്കോണമീസ്, അല്ലേ? സോ ദാറ്റ്സ് ഇറ്റ്. സോ നമുക്ക് നമ്മുടെ നെക്സ്റ്റ് ന്യൂസിലോട്ട് പോവാം, വിച്ച് ഈസ് ഇന്ത്യസ് ടോക്സിക് ടാപ്സ്, ഹൗ ഗ്രൗണ്ട് വാട്ടർ കണ്ടാമിനേഷൻ. സോ ഈ ഗ്രൗണ്ട് വാട്ടർ കണ്ടാമിനേഷനും അതിൻ്റെ മാനേജ്മെൻറ്റൊക്കെ ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളൊരു ന്യൂസാണ്. പ്രിലിംസിൽ എൻവയോൺമെൻറ്റ് എക്കോളജിയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിൻ്റെ കോസ് എഫക്റ്റും പിന്നെ ഇവിടെ മെയിനായിട്ട് വരുന്ന കണ്ടാമിനൻസ് ആർസനിക്, ഫ്ലോറൈഡ്, നൈട്രേറ്റ് പോലെയുള്ള കുറച്ച് സാധനങ്ങൾ, പിന്നെ ഗവൺമെൻറ് സ്കീംസ് ആൻഡ് പോളിസീസ്. ഓക്കെ, വാട്ടർ മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ ഗ്രൗണ്ട് വാട്ടർ മാനേജ്മെൻറ്റൊക്കെ റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് സ്കീംസ് ആൻഡ് പോളിസീസ്, അതായത് ജൽ ജീവൻ മിഷൻ, അടൽ ഭൂജൽ യോജന, നാഷണൽ വാട്ടർ പോളിസി. ഓക്കെ, പിന്നെ റിയൽ ടൈം മോണിറ്ററിങ്ങിൻ്റെ ആവശ്യകത എന്താണ്? സയൻസ് ആൻഡ് ടെക്നോളജിയിൽ നമുക്ക് അങ്ങനെ ഒരു ആംഗിളിൽ നിന്ന് ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാം. ഓക്കെ, സോ ഒരു ജോഗ്രഫി ആംഗിളിൽ ഈ ഒരു ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെയാണ്, ഈ ഒരു അഫക്റ്റഡ് റീജിയൻസ് അത് എവിടെയൊക്കെയാണ് കിടക്കുന്നത്, ആ ഒരു കണ്ടാമിനേഷൻ്റെ മെയിൻ ആയിട്ടുള്ള റീസൺസ് എന്താണ് എന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി വയ്ക്കുക പ്രിലിംസിൽ. മെയിൻസിൽ GS പേപ്പർ 1 ജോഗ്രഫിയിൽ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ഇന്ത്യയുടെ വാട്ടർ സോഴ്സ് ഒക്കെ റിലേറ്റ് ചെയ്തിട്ടുള്ള ടോപ്പിക് ആയതുകൊണ്ട് തന്നെ ഓക്കെ, ഒരു ഗ്രൗണ്ട് വാട്ടർ ഡിപ്പെൻഡൻസി എത്രത്തോളം ഉണ്ട്, ഒരു ഓവർ എക്സ്ട്രാക്ഷൻ്റെ ഇമ്പാക്റ്റ്. ഓക്കെ, അതേപോലെ GS പേപ്പർ 2 ഈ ഹെൽത്തും സോഷ്യൽ ജസ്റ്റിസും ഗവർണൻസും ഒക്കെ വരുന്നത് അതിലാണല്ലേ. ഇവിടെ ഒരുപാട് റെഗുലേറ്ററി ഗ്യാപ്പ് നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, പിന്നെ പബ്ലിക് ഹെൽത്തിനെ ഇതെങ്ങനെയാണ് അതായത് എഫക്റ്റ് ചെയ്യുന്നത്, പഞ്ചായത്ത് രാജിൻ്റെ റോൾ എന്താണ്, വാട്ടർ മാനേജ്മെൻറ്റിൽ പഞ്ചായത്ത് രാജിൻ്റെ റോൾ എന്താണ്, പിന്നെ എൻവയോൺമെൻറ്റ് എക്കോളജിയിൽ എൻവയോൺമെൻറ്റും പിന്നെ ടെക്നോളജിയിൽ GS പേപ്പർ 3 ഇപ്പോൾ ഇൻഡസ്ട്രിയൽ വേസ്റ്റ്, അതേപോലെ ഈ ആഗ്രോ കെമിക്കൽ യൂസും ജിയോജനിക് കണ്ടാമിനേഷൻ, ഇതൊക്കെയാണ് മെയിൻ ആയിട്ടുള്ള കോസസ്. ഓക്കെ, സോ അതിനെ പറ്റിയിട്ട് മനസ്സിലാക്കി വയ്ക്കുക. സോ ദാറ്റ്സ് ഇറ്റ്. പിന്നെ ഈ കറണ്ട് അഫയേഴ്സിലൊക്കെ ഈ ഇടയായിട്ട് ഈ അർസനിക് അല്ലെങ്കിൽ ഈ ഫ്ലൂറൈഡ് കണ്ടാമിനേഷനെ പറ്റിയിട്ടുള്ള ന്യൂസ് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇപ്പോൾ കാണാൻ പറ്റുന്നുണ്ട്. എസ്പെഷ്യലി ഈ ബീഹാർ, പഞ്ചാബ്, രാജസ്ഥാൻ, ഓക്കെ, അങ്ങനത്തെ സ്ഥലങ്ങളിൽ ഇതിനെ പറ്റിയിട്ടുള്ള ന്യൂസ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ട് തന്നെ UPSC ഇവിടെ നിന്നൊരു ചോദ്യം ചോദിക്കാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. ഈ ജൽജീവൻ മിഷൻ്റെ അപ്ഡേറ്റ്സ് ഒക്കെ ഒന്ന് നോക്കി വയ്ക്കുക. നീതി ആയോഗിൻ്റെ ഈ വാട്ടർ സ്ട്രെസ് റാങ്കിങ് ഒക്കെ ഉണ്ട്. ഓക്കെ, പിന്നെ CGWB റിപ്പോർട്ട്, CGWB എന്നുള്ളത് സെൻട്രൽ ഗ്രൗണ്ട് വാട്ടർ ബോർഡാണ്. ഓക്കെ, അവരുടെ റിപ്പോർട്ടൊക്കെ ഒന്ന് വായിച്ചു വിടുക. സോ ഈ ഒരു ന്യൂസിലോട്ട് കടക്കുന്ന ടൈമിൽ നമുക്ക് മെയിനായിട്ട് പറയാനുള്ളത് ഇന്ത്യയുടെ ആ ഒരു ഗ്രൗണ്ട് വാട്ടർ ഡിപ്പെൻഡൻസിനെ കുറിച്ചാണ്. ഓക്കെ, ഇന്ത്യയിൽ മോസ്റ്റ് ഓഫ് ദി വാട്ടർ പീപ്പിൾ ഡ്രിങ്ക് ഇൻ വില്ലേജസ്. ഓക്കെ, 85% ആൾക്കാർ ഈ കുടിക്കുന്ന വെള്ളം, വില്ലേജുകളിൽ കുടിക്കുന്ന വെള്ളം, അതേപോലെ 65% ഫാമിങ്ങിന് എടുക്കുന്ന വെള്ളം, ഇതെല്ലാം നമ്മൾ എടുക്കുന്നത് ഈ അണ്ടർഗ്രൗണ്ട് വാട്ടറാണ്. ഓക്കെ, ഇറ്റ് കംസ് ഫ്രം അണ്ടർഗ്രൗണ്ട് വാട്ടർ. ഇൻ ഇന്ത്യ മോസ്റ്റ് ഓഫ് ദ വാട്ടർ പീപ്പിൾ ഡ്രിങ്ക് ഇൻ വില്ലേജസ് ആൻഡ് മോസ്റ്റ് ഓഫ് ദ വാട്ടർ യൂസ്ഡ് ഇൻ ഫാമിംഗ് കംസ് ഫ്രം അണ്ടർഗ്രൗണ്ട് വാട്ടർ. ഓക്കെ, ഡ്രിങ്കിങ്ങിന് വേണ്ടിയിട്ട് 85% നമ്മൾ അണ്ടർഗ്രൗണ്ട് വാട്ടറിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഫാമിങ്ങിൽ ഒരു 65% നമ്മൾ അണ്ടർഗ്രൗണ്ട് വാട്ടറിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. മുമ്പൊക്കെ ഈ ഒരു ഗ്രൗണ്ട് വാട്ടർ ഇറ്റ് വാസ് തോട്ട് ടു ബി ക്ലീൻ ആൻഡ് സേഫ്. ഓക്കെ, പക്ഷേ ഇപ്പോൾ അത് ഇറ്റ് ഈസ് ഗെറ്റിംഗ് പൊല്യൂട്ടഡ് ബൈ കെമിക്കൽസ്. ഓക്കെ, മെയിനായിട്ട് ഈ ഫെർട്ടിലൈസേഴ്സ് എന്നും അതേപോലെ ഈ ഹെവി മെറ്റൽസ്, അതേപോലെ ഫാക്ടറി വേസ്റ്റ്, ജംസ്. ഓക്കെ, സോ ഇതെന്നൊക്കെയാണ് മെയിനായിട്ട് ഇത് പൊല്യൂട്ടഡ് ആവുന്നത്. ഓക്കെ, സോ ഇതൊരു വൈ ഇറ്റ്സ് എ പ്രോബ്ലം എന്ന് ചോദിച്ചാൽ, ഈ ഒരു പൊല്യൂഷൻ നമുക്കിപ്പോൾ കണ്ണുകൊണ്ട് കാണാൻ പറ്റില്ല എന്നുണ്ടെങ്കിലും ഇറ്റ് ക്യാൻ സ്ലോലി ഹാം പീപ്പിൾസ് ഹെൽത്ത് ആൻഡ് വിൽ ഡാമേജ് ദി എൻവയോൺമെൻറ്റ് ഫോർ ഇയേഴ്സ്. 2024 സെൻട്രൽ ഗ്രൗണ്ട് വാട്ടർ ബോർഡിൻ്റെ ആനുവൽ ഗ്രൗണ്ട് വാട്ടർ ക്വാളിറ്റി റിപ്പോർട്ട് പ്രകാരം ഈ നൈട്രേറ്റ് പോലുള്ള ഈ സാധനങ്ങൾ ഓക്കെ 440ഓളം ഡിസ്ട്രിക്റ്റുകളിൽ നിന്ന് എടുത്ത വാട്ടർ സാമ്പിൾസിൽ 5 അതായത് ഈ നൈട്രേറ്റിൻ്റെ സാന്നിധ്യം ഇറ്റ് ഈസ് ഫൗണ്ട് ഇൻ മോർ ദാൻ 1 in 5 വാട്ടർ സാമ്പിൾസ്. ഓക്കെ, ഫ്രം 450 ഡിസ്ട്രിക്റ്റ്. ഇതിൻ്റെ മെയിനായിട്ടുള്ള റീസൺ ആയിട്ട് പറയുന്നത് ഒന്ന് കെമിക്കൽ ഫെർട്ടിലൈസേഴ്സിൻ്റെ കൂടുതലായിട്ടുള്ള ഉപയോഗമാണ്. ഓക്കെ, അതേപോലെ തന്നെ അതിൻ്റെ ഉപയോഗവും ഈ സെപ്റ്റിക് ടാങ്ക് അതിൽ നിന്നുണ്ടാവുന്ന ആ ഒരു ലീക്കേജ്. ഓക്കെ, ഇതൊക്കെയാണ് ഈ നൈട്രേറ്റിൻ്റെ ആ ഒരു അളവ് ഒരു ഗ്രൗണ്ട് വാട്ടറിൽ കൂടാനുള്ള കാരണമായിട്ട് പറയുന്നത്. അതേപോലെ തന്നെ ഫ്ലോറൈഡ്. ഓക്കെ, അതായത് രാജസ്ഥാൻ, ആന്ധ്രാപ്രദേശ്, തെലങ്കാന പോലെയുള്ള സംസ്ഥാനങ്ങളിൽ നിന്നും എടുത്ത സാമ്പിൾസിൽ ഏകദേശം 9% വരുന്ന സാമ്പിൾസിൽ ഒരു സേഫ് ലിമിറ്റിനേക്കാളും കൂടുതൽ അളവിലാണ് നമുക്ക് ഫ്ലോറൈഡ് കാണാൻ സാധിക്കുന്നത്.
ഓക്കെ. സോ അതിൻ്റെ ഹെൽത്ത് എഫക്റ്റ് എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ ഈ സ്കെലറ്റൽ ഫ്ലൂറോസിസ് പോലെ, അതായത് നമ്മുടെ ബോൺസ് അത് വളയും അല്ലെങ്കിൽ അത് വീക്കാവും. ഓക്കെ. അതേപോലെ നമ്മുടെ പല്ലുകൾക്ക് ഡെന്റൽ ഫ്ലൂറോസിസ് പോലെയുള്ള ഇറ്റ് വിൽ ഡാമേജ് ദി ടീത്ത്. ഓക്കെ. ഇതാണ് ഈ ഒരു ഫ്ലോറൈഡിൻ്റെ മെയിൻ ആയിട്ടുള്ള ഹെൽത്ത് എഫക്ട്സ്. അർസ്നിക് സോറി, അതായത് പഞ്ചാബ്, ബീഹാർ പോലെയുള്ള റീജിയൻസിൽ ആർസനിക്കിൻ്റെ അളവ് വെള്ളത്തിൽ വളരെ കൂടുതലായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. WHO പറഞ്ഞ സേഫ് ലിമിറ്റിനേക്കാളും 20 മടങ്ങ് കൂടുതലായിട്ടാണ് ഓക്കെ അതിൻ്റെ സാന്നിധ്യം ഉള്ളത്. സ്കിൻ പ്രോബ്ലംസ് വരും, ക്യാൻസർ വരാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. യുറേനിയം, പഞ്ചാബ്, ആന്ധ്രാപ്രദേശ്, രാജസ്ഥാൻ പോലെയുള്ള സ്ഥലങ്ങളിൽ യുറേനിയത്തിൻ്റെ അളവ് വളരെയധികം കൂടുതലാണ്. ഈ ഫോസ്ഫേറ്റ് ഫെർട്ടിലൈസേഴ്സിൻ്റെയൊക്കെ അതായത് അത് ഒരുപാട് ഉപയോഗിക്കുന്നത് കൊണ്ടാണ്. ഓക്കെ. അതേപോലെ ടു മച്ച് ഗ്രൗണ്ട് വാട്ടർ പമ്പിങ്. ഓക്കെ. അതുകൊണ്ട് തന്നെ യുറേനിയത്തിൻ്റെ അളവ് അവിടെ കൂടി വരുന്നുണ്ട്. പിന്നെ അയേൺ, അതേപോലെ വേറെ ഹെവി മെറ്റൽസ്. ഓക്കെ. സോ എല്ലാം 13% സാമ്പിൾസിൽ ആ ഒരു സേഫ് ലിമിറ്റിനേക്കാളും മേലെയാണ് ഈ സാധനങ്ങളൊക്കെ, ഈ അയേണും ബാക്കിയുള്ള ഹെവി മെറ്റൽസ്. ഈ ലെഡ്, കാഡ്മിയം, ക്രോമിയം, മെർക്കുറി. ഓക്കെ. ഇത് ഇൻഡസ്ട്രിയൽ ഏരിയാസിൻ്റെ അടുത്താണ് ഈ സാധനം കൂടുതലും കാണുന്നത്. സോ ഇതിൻ്റെ ഹെൽത്ത് എഫക്റ്റ് എന്താണെന്ന് പറഞ്ഞാൽ നമ്മുടെ ഓർഗാൻസിനൊക്കെ വളരെയധികം ഡാമേജ് വരുത്തും. ഓക്കെ. ഓർഗാൻസ്, നെർവ്സ്, ഓവറോൾ ഹെൽത്തിന് ഒട്ടും നല്ലതല്ലാത്ത സാധനങ്ങളാണ് അതൊക്കെ. സോ ഈ ഒരു ഫ്ലോറൈഡ് കൊണ്ട് ഏകദേശം 230ഓളം ജില്ലകൾ, അതായത് 66 മില്യൺ ആൾക്കാരെ ഈ സാധനം ബാധിച്ചിട്ടുണ്ട്. ഓക്കെ. രാജസ്ഥാനിലാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ അത് ബാധിച്ചിരിക്കുന്നത്. ഓക്കെ. അതായത് വില്ലേജസിൽ 11,000-ൽ കൂടുതൽ ആൾക്കാർക്ക് ഇതുമായിട്ട് സംബന്ധിച്ച രോഗങ്ങൾ വന്നിട്ടുണ്ട്. നമ്മൾ പറഞ്ഞ വീക്ക് ബോൺസും ഓക്കെ സ്പൈനൊക്കെ ബെൻഡായി വളരെ ഡാമേജ്ഡ് ടീത്താണ് അവർക്കുള്ളത്. ഓക്കെ. ഈ ഒരു ഡെന്റൽ ഫ്ലൂറോസിസും സ്കെലറ്റൽ ഫ്ലൂറോസിസും ആണ്. അതേപോലെ ആർസനിക്, അതായത് ഏറ്റവും കൂടുതൽ ഇത് എഫക്ട് ചെയ്തിരിക്കുന്നത് ബീഹാറിലെ ഭോജ്പൂർ, ബക്സർ ഏരിയാസിലാണ്. ഓക്കെ. അവിടെ ക്യാൻസറും നെർവ് ഡാമേജും ഒക്കെ വളരെയധികം കൂടുതലാണ് ഈ ഒരു അർസനിക്കിൻ്റെ ഗ്രൗണ്ട് വാട്ടറിലുള്ള ഈ ഒരു അർസനിക്കിൻ്റെ സാന്നിധ്യം കാരണം. നൈട്രേറ്റ് കാരണം ഏകദേശം ഇന്ത്യയിലുള്ള 56% ഉള്ള ജില്ലകളിൽ ബ്ലൂ ബേബി സിൻഡ്രം കണ്ടുവരുന്നുണ്ട്. ഓക്കെ. ഇത് ഈ ബ്ലഡിൽ ഓക്സിജന്റെ അളവ് കുറയുന്ന ഒരവസ്ഥയാണത് ഇൻഫൻസിൽ. അതേപോലെ യുറേനിയം കാരണം 66% പഞ്ചാബിൽ നിന്ന് എടുത്ത സാമ്പിൾസ് ദേ ആർ വെരി അൺസേഫ്. ഓക്കെ. കിഡ്നി ഡാമേജ് ഉണ്ടാവാം, ഓർഗാൻ ടോക്സിസിറ്റി, അതായത് കുട്ടികൾക്ക് ഇത് വളരെയധികം റിസ്ക് ആണ്. ഓക്കെ. ഇറ്റ് ഈസ് വെരി റിസ്കി ഫോർ ചിൽഡ്രൻ. പിന്നെ ബാക്കിയുള്ള ജെംസ്, പാത്തോജൻസിന്റെ കാര്യം എടുക്കുമ്പോൾ അത് മെയിനായിട്ട് ഏറ്റവും കൂടുതൽ നമുക്ക് കാണാൻ പറ്റുന്നത് ഭുവനേശ്വർ, ഒറീസ ആ ഒരു ഏരിയാസിലാണ് നമുക്ക് ഈ സാധനം കാണാൻ പറ്റുന്നത്. സീവേജ് ലീക്കിലാണ്, അതാണ് മെയിനായിട്ടുള്ള റീസൺ ആയിട്ട് പറയുന്നത്. അതുകൊണ്ട് തന്നെ കോളറ, ഡിസെൻട്രി, ഹെപ്പറ്റൈറ്റിസ് പോലെയുള്ള അസുഖങ്ങൾ വരുന്നുണ്ട്. സോ ഇന്ത്യയുടെ ഈ ഒരു ഗ്രൗണ്ട് വാട്ടർ ക്രൈസിസിന് പുറകിലുള്ള കുറച്ച് മെയിനായിട്ടുള്ള ഇഷ്യൂസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒന്ന്, നമ്മൾ ഫേസ് ചെയ്യുന്ന പ്രോബ്ലംസ്, ഒന്ന് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഫ്രാഗ്മെന്റേഷനാണ്. ഒരുപാട് ഏജൻസീസ് ഉണ്ട്. ഓക്കെ. ഇപ്പോൾ എടുത്തു പറയാനാണെന്നുണ്ടെങ്കിൽ ഈ CGWB, അതായത് സെൻട്രൽ ഗ്രൗണ്ട് വാട്ടർ ബോർഡ്, അതേപോലെ CPCB, സെൻട്രൽ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ്. ഇതൊന്നും പോരാഞ്ഞിട്ട് സ്റ്റേറ്റ് പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് ഉണ്ട്. ഓക്കെ. ശരി, ഇതൊക്കെ ആയിക്കോട്ടെ. എന്നാൽ കൂടി രണ്ടാമത്തെ നമ്മുടെ മോദി ഗവൺമെന്റ് വന്ന ടൈമിൽ 2019 മിനിസ്ട്രി ഓഫ് ജൽശക്തിയും അവർ കൊണ്ടുവന്നു. ഇങ്ങനത്തെ ഒരുപാട് ഏജൻസീസ് ഉണ്ടെന്നുണ്ടെങ്കിലും ദേ വർക്ക് സെപ്പറേറ്റ്ലി. ഓക്കെ. ഇവിടെ ഒരു കോർഡിനേഷൻ എന്ന് പറയുന്ന ഒരു സാധനം നമുക്ക് ഇവിടെ കാണാനേ പറ്റില്ല. ഓക്കെ. സോ ദാറ്റ് ലീഡ്സ് ടു വെരി സ്ലോ ആൻഡ് അൺകോർഡിനേറ്റഡ് ആക്ഷൻ. വളരെ വീക്കായിട്ടുള്ള എൻഫോഴ്സ്മെന്റ് ആണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. 1974 വാട്ടേഴ്സ് ആക്ട് ഉണ്ട്. ഓക്കെ. അതിൽ ഈ ഗ്രൗണ്ട് വാട്ടർ, അതേപോലെ ഗ്രൗണ്ട് വാട്ടർ പൊല്യൂട്ട് ചെയ്യുന്ന ആൾക്കാർക്ക് വേണ്ട ഈ ശിക്ഷകൾ പറയുന്നത് അത് വളരെ കുറവാണ്. ഓക്കെ. പൊല്യൂട്ടേഴ്സ് ഫേസ് വെരി ലിറ്റിൽ പണിഷ്മെന്റ്. ഓക്കെ. അതുകൊണ്ട് തന്നെ ഈ ഇൻഡസ്ട്രീസും ഈ ഫാമുകളും ദേ കീപ് പൊല്യൂട്ടിങ്. പിന്നെ ഡാറ്റ ഗ്യാപ്പാണ്. ഓക്കെ. ഒരു റിയൽ ടൈം ഡാറ്റ നമ്മുടെ കയ്യിൽ ഇല്ല. സോ ഇറ്റ് ഡിലേസ് ദി ഡിറ്റക്ഷൻ ആൻഡ് റെസ്പോൺസ് ടു ദിസ് കൈൻഡ് ഓഫ് കണ്ടാമിനേഷൻ. പിന്നെ ഓവർ എക്സ്ട്രാക്ഷൻ ആണ്. ഓക്കെ. അതായത് ഒരുപാട് വാട്ടർ ദേ ആർ പമ്പിങ് ഇറ്റ് ഔട്ട്. അതുകൊണ്ട് തന്നെ വാട്ടർ ലെവൽ കുറയുമ്പോൾ നാച്ചുറൽ ടോക്സിൻസ് അതിന്റെ അളവ് അവിടെ കൂടും. ഈ അർസനിക്, ഫ്ലോറൈഡ് പോലെയുള്ള സാധനങ്ങളുടെ അളവ് അതിൽ കൂടും. ഓക്കെ. അതേപോലെ തന്നെ സാൾട്ട് വാട്ടർ ഇൻട്രൂഷൻ അവിടെ വരും. പിന്നെ ഫാക്ടറീസ് അവരുടെ വേസ്റ്റ് കൊണ്ടുവന്ന് തട്ടും. ഓക്കെ. അതേപോലെ ഫാർമേഴ്സ് ആണെന്നുണ്ടെങ്കിൽ ദേ ആർ ഓവർ യൂസിങ് കെമിക്കൽസ് അല്ലേ. സോ ഇൻഡസ്ട്രിയൽ ആൻഡ് അഗ്രികൾച്ചർ മിസ്മാനേജ്മെന്റ് അതൊരു വളരെ വലിയൊരു ഇഷ്യൂ ആണ്. സോ ഇറ്റ് വേഴ്സൺസ് ദി കണ്ടാമിനേഷൻ ആൻഡ് ഹെൽത്ത് റിസ്ക്സ്. സോ വേ ഫോർവേഡ് ആയിട്ട് നമുക്ക് പറയാനുള്ളത്, ഒന്ന് ഈ ഒരു CGWB ഉണ്ടല്ലോ, അതായത് സെൻട്രൽ ഗ്രൗണ്ട് വാട്ടർ ബോർഡ്. അപ്പോൾ നമുക്ക് ഈ നാഷണൽ ഗ്രൗണ്ട് വാട്ടർ പൊല്യൂഷൻ കൺട്രോൾ ഫ്രെയിം വർക്ക് നമുക്ക് അവിടെ കൊണ്ടുവരാൻ പറ്റും. ഓക്കെ. ഇവർക്ക് കുറച്ചും കൂടി പവർ കൊടുക്കുക. ആർക്ക്? CGWBക്ക്.
ഓക്കെ, വി ഹാവ് ടു ഗീവ് ദം റിയൽ പവർ ടു റെഗുലേറ്റ് ആൻഡ് മേക്ക് ഓൾ ഏജൻസീസ് വർക്ക് ടുഗെദർ. ആ ഒരു കോർഡിനേഷൻ നമുക്ക് കൊണ്ടുവരാൻ പറ്റണം. ഓക്കെ, അപ്പോൾ കുറച്ചും കൂടി ഫാസ്റ്റായിട്ട് ഒരു ബെറ്റർ കോർഡിനേഷൻ നമുക്ക് കാണാൻ സാധിക്കും. പിന്നെ റിയൽ ടൈം സെൻസേഴ്സ് ഉപയോഗിക്കുക എന്നുള്ളതാണ്. സാറ്റലൈറ്റുകളിലൂടെയും സെൻസേഴ്സിലൂടെയും ഓക്കെ, അങ്ങനത്തെ സാധനങ്ങളിലൂടെ ഒരു അഡ്വാൻസ്ഡ് മോണിറ്ററിങ് നമുക്ക് കൊണ്ടുവരാൻ സാധിക്കണം. ഓക്കെ, സോ നമുക്ക് വി ക്യാൻ ക്വിക്ലി ഡിറ്റക്ട് ആൻഡ് പ്രിവെൻറ്റ് ദി ഔട്ട് ബ്രേക്സ്. അതേപോലെ തന്നെ ഈ ഒരു ടാർഗറ്റഡ് ഇൻ്റർവെൻഷൻസ്, വി ഹാവ് ടു സെറ്റപ്പ് അർസനിക് ഓർ ഫ്ലോറൈഡ് റിമൂവൽ പ്ലാൻസ്. ഓക്കെ, സോ അങ്ങനത്തെ സാധനങ്ങൾ കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു വി ക്യാൻ പ്രൊട്ടക്ട് ദി ഹെൽത്ത് ആൻഡ് ആ ഒരു ടോക്സിൻസിൻ്റെ ആ ഒരു എക്സ്പോഷർ നമുക്കൊരു പരിധി വരെ കുറയ്ക്കാൻ സാധിക്കും. അതേപോലെ ഇൻഡസ്ട്രീസ് ദേ മസ്റ്റ് ട്രീറ്റ് ഓൾ വേസ്റ്റ് വാട്ടർ. ഓക്കെ, അതേപോലെ ഫെർട്ടിലൈസേഴ്സ് കൺട്രോൾ ചെയ്യണം. ഓക്കെ, പെസ്റ്റിസൈഡ്സിൻ്റെ യൂസ് കൺട്രോൾ ചെയ്യണം. അപ്പം തന്നെ നമുക്ക് ആ ഒരു പൊല്യൂഷൻ അതിൻ്റെ സോഴ്സിൽ നിന്ന് തന്നെ നമുക്കതിനെ കട്ട് ചെയ്യാൻ പറ്റും. അതേപോലെ ഈ പഞ്ചായത്തിലുള്ള ആൾക്കാരെ ട്രെയിൻ ചെയ്യണം, ഫാമേഴ്സിനെയും പഞ്ചായത്തിലുള്ള ആൾക്കാരെയും. ആൻഡ് ഇപ്പോൾ സ്കൂളുകളിൽ കുട്ടികൾക്ക് ട്രെയിനിങ് കൊടുക്കുക ടു ടെസ്റ്റ് ആൻഡ് ട്രാക്ക് വാട്ടർ ക്വാളിറ്റി. We can create local ownership and vigilance through this kind of citizen participation. Let's move on to the next news. ഇന്ത്യൻ എക്കോണമിയെ കുറിച്ചിട്ടുള്ളൊരു ന്യൂസാണ്. ഓക്കെ, ഈസ് ഇന്ത്യൻ എക്കോണമി പെർഫെക്റ്റ്ലി ബാലൻസ്ഡ് എന്നുള്ളതാണ്. ഓക്കെ, പ്രിലിംസിലെ എക്കണോമിക്സിൽ ഇമ്പോർട്ടൻ്റ് ആണ്, അതേപോലെ മെയിൻസിലാണെന്നുണ്ടെങ്കിലും എക്കോണമിയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ന്യൂസാണ്. സോ നമ്മുടെ ഫിനാൻസ് മിനിസ്റ്റർ പറയുന്നത് ഇന്ത്യയുടെ എക്കോണമി ഒരു ഗോൾഡ് ലോക്ക് സിറ്റുവേഷനിലാണ് എന്നുള്ളതാണ്. ഓക്കെ, സോ ഇന്ത്യയുടെ എക്കോണമി ഒരു ഗോൾഡ് ലോക്ക് സിറ്റുവേഷനിൽ ആണ് എന്നുള്ളതാണ്. ഓക്കെ, അതുകൊണ്ട് മീൻ ചെയ്യുന്നത് കാര്യങ്ങളൊക്കെ കറക്റ്റാണ്, അത് ജസ്റ്റ് റൈറ്റ് എന്നുള്ളതാണ്. ഈ ഗോൾഡ് ലോക്ക് എന്നുള്ളത്, ഈ ഗോൾഡ് ലോക്ക് സോൺസ്, ഇത് ആസ്ട്രോണമിന്ന് എടുത്തിട്ടുള്ളൊരു വാക്കാണ്. ഓക്കെ, അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ നമുക്കറിയാം എർത്ത് എന്നുള്ളത് സണ്ണിൻ്റെ ആ ഒരു ഗോൾഡ് ലോക്ക് സോണിൻ്റെ ഉള്ളിലാണ്. ഓക്കെ, അതുകൊണ്ടാണ് ഇവിടെ വെള്ളമുള്ളതും ഇവിടെ ജീവൻ ഉള്ളതും അതുകൊണ്ടാണ്. ഓക്കെ, ഇറ്റ് ഈസ് ഇൻ ദ റൈറ്റ് പ്ലേസ്, ഇറ്റ് ഈസ് ജസ്റ്റ് റൈറ്റ്. ഓക്കെ, ഈ ഗോൾഡ് ലോക്ക് സോൺ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇറ്റ് ഈസ് ലൈക്ക് ദി ജസ്റ്റ് റൈറ്റ് ഏരിയ അറൗണ്ട് എ സ്റ്റാർ. ഇപ്പോൾ സണ്ണിൻ്റെ കാര്യം, അതായത് എർത്തിൻ്റെ കാര്യം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ നമ്മൾ സൂര്യൻ്റെ തൊട്ടടുത്ത്, അതായത് ഒരുപാട് ക്ലോസ് ആണെന്നുണ്ടെങ്കിൽ അവിടെ ചൂട് കൂടുതലായിരിക്കും അല്ലേ, അതുകൊണ്ട് തന്നെ വെള്ളമൊന്നും നിൽക്കില്ല, വെള്ളമൊക്കെ ഇവാപറേറ്റ് ചെയ്ത് പോകും. അതേപോലെ ഇപ്പോൾ സൂര്യൻ്റെ അടുത്തുനിന്നും ഫാർ ആണെന്നുണ്ടെങ്കിൽ അവിടെ നല്ല തണുപ്പായിരിക്കും, അതുകൊണ്ട് വെള്ളം അവിടെ ഫ്രീസ് ചെയ്യും. ഓക്കെ, സോ നമ്മൾ സൂര്യൻ്റെ അടുത്ത് നിന്ന് നോക്കുമ്പോൾ എർത്ത് ഉള്ളത് ഇറ്റ് ഈസ് അറ്റ് ദി ജസ്റ്റ് ദി റൈറ്റ് ഡിസ്റ്റൻസ്. ഓക്കെ, അതുകൊണ്ട് തന്നെ ലിക്വിഡ് വാട്ടർ അവിടെ പോസിബിൾ ആണ്, അതുകൊണ്ട് അവിടെ ജീവൻ അവശേഷിക്കുന്നു. ഓക്കെ, ഇപ്പോൾ മാർസും വീനസും ഒക്കെ എടുത്തു കഴിഞ്ഞാൽ അവിടെയൊക്കെ വളരെ ചൂടാണല്ലേ. സോ ഈ ഒരു ഇക്കണോമിക് ഗോൾഡ് ലോക്ക് എന്നുള്ള ഈ ഒരു വാക്ക്, ഇത് ഒരു ഇറ്റ് ഈസ് ബോറോഡ് ഫ്രം ദീസ് ആസ്ട്രോണമി ഐഡിയ. ഓക്കെ, നോട്ട് ടു ഹോട്ട്, നോട്ട് ടു കോൾഡ് കണ്ടീഷൻ. ഇവിടെ നമ്മൾ പറയാനുള്ളത് നമ്മുടെ ഗ്രോത്ത് വളരെ നല്ലതാണ് എന്നുള്ളതാണ്. GDP ഇപ്പോൾ ഏകദേശം 7.6% വളർന്നു. ഓക്കെ, ഇറ്റ് ഗ്രൂ 7.6%. ഇൻഫ്ലേഷൻ നമ്മുടെ കൺട്രോളിലാണ്. ഓക്കെ, പ്രൈസസ് ഒന്നും ഒരു പരിധി വിട്ട് വളരെ കൂടുതലായിട്ട് അത് കയറി പോകുന്നില്ല. മോണിറ്ററി പോളിസി വളരെയധികം സപ്പോർട്ടീവാണ്. ഓക്കെ, നമ്മുടെ ഈ ഇൻട്രസ്റ്റ് റേറ്റുകൾ അത് സ്റ്റേബിളാണ്. ചില അനലിസ്റ്റ് അവർ പറയുന്നത് ദേ ആർ കോളിംഗ് ഇറ്റ് എ മിനി ഗോൾഡ് ലോക്ക് മൂവ്മെൻറ്റ്. Okay, it is like a sweet spot for the economy with high growth. Interest rates are they are peaking. Okay, അതേപോലെ സ്റ്റേബിൾ കമ്പനി പ്രോഫിറ്റ്സ് ഒക്കെ നമുക്ക് കാണാം. അതുകൊണ്ട് തന്നെ ഒരു മിനി ഗോൾഡ് ലോക്ക് മൂവ്മെന്റ് എന്ന് ചില അനലിസ്റ്റ് ഇതിനെ പറയുന്നുണ്ട്. പക്ഷെ ക്രിട്ടിക്സ് പറയുന്നത് ഇതിലൊരു നൈസ് പിക്ചർ ആണെന്നുണ്ടെങ്കിലും അതിന് പിന്നിൽ കുറച്ച് പ്രശ്നങ്ങളുണ്ട്. ഓക്കെ, സോ ദർ ആർ ഡീപ്പർ പ്രോബ്ലംസ് ലൈക്ക് അൺഎംപ്ലോയ്മെന്റ്, റൂറൽ ഡിസ്ട്രസ്, ഇൻഇക്വാലിറ്റി, വളരെ വീക്ക് പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെൻ്റ് ആണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. സോ നമ്മുടെ എക്കോണമി ഇത് നോക്കുമ്പോൾ പുറത്തുനിന്ന് നോക്കുമ്പോൾ വളരെയധികം സൂപ്പറായിട്ട് കാണാൻ പറ്റുന്നുണ്ടെങ്കിലും ദർ ആർ സം, അതായത് കുറച്ച് സീനാണ്, അകത്തിരി പ്രശ്നമാണ്. സോ നമ്മൾ CPIയുടെ ഒക്കെ കാര്യം എടുക്കുമ്പോൾ, അതായത് ഈ കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സിൻ്റെ കാര്യം എടുക്കുമ്പോൾ ഓവറോൾ ഇൻഫ്ലേഷൻ വളരെയധികം കുറഞ്ഞതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. 2024 മെയ്യിൽ അത് 4.8% ആയിരുന്നു. 2025 മെയ് ആയപ്പോഴേക്കും അത് 2.82% ആയിട്ട് കുറഞ്ഞു. ഓക്കെ, ഇതിപ്പോൾ RBIയുടെ ഒരു കംഫർട്ട് സോണിൻ്റെ ഉള്ളിലാണ് ഇപ്പോൾ ഈ റേറ്റ് നിൽക്കുന്നത്. ഫുഡ് ഇൻഫ്ലേഷൻ്റെ കാര്യം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ജനറൽ ഇൻഫ്ലേഷനേക്കാളും ഒരുപാട് കൂടുതലായിരുന്നു. ഇപ്പോൾ 2024 ഉണ്ടായിരുന്ന ഒരു ജനറലിയുള്ള ഇൻഫ്ലേഷനേക്കാളും ഒരുപാട് കൂടുതലായിരുന്നു ഈ ഒരു ഫുഡ് ഇൻഫ്ലേഷൻ. അതുകൊണ്ട് തന്നെ പാവപ്പെട്ട, അതായത് ഇറ്റ് ഹേർട്സ് ദി പുവർ ഹൗസ് ഹോൾഡ്. ഓക്കെ, മോസ്റ്റ്ലി സിൻസ് അവർ ഏകദേശം 50% അവരുടെ, അതായത് പൈസ ഭക്ഷണത്തിന് വേണ്ടി ചിലവാക്കുന്ന ഒരു അവസ്ഥയിലോട്ട് എത്തി.
മെയ് 2025 ഫുഡ് ഇൻഫ്ലേഷൻ കുറഞ്ഞു. ഓക്കെ, 0.99% ആയിട്ട് ഇത് കുറയുന്നുണ്ട്. ഈ ഒരു പ്രൈസ് വളരെയധികം, അതായത് കൂടിയും കുറഞ്ഞും ഇരിക്കുന്നത് കൊണ്ട് തന്നെ ആൾക്കാർക്ക് ആ ഒരു നേരെ ബജറ്റ് ചെയ്യാൻ അവർക്ക് പറ്റിയില്ല. ഓക്കെ, ഇത് വളരെ അൺപ്രഡിക്റ്റബിൾ ആയിരുന്നു ഫുഡ് ഇൻഫ്ലേഷൻ്റെ കാര്യം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ. റിയൽ വേജസും നോമിനൽ വേജസും തമ്മിലുള്ള ഒരു ഡിഫറൻസ് ഇപ്പം നമുക്ക് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, നോമിനൽ വേജസ് എന്ന് പറഞ്ഞാൽ ഇപ്പം നിങ്ങൾക്ക് സാലറി ഒക്കെ കിട്ടുമ്പോൾ കറക്റ്റ് ആയിട്ടുള്ള ഒരു വേജ് ഉണ്ടല്ലോ, ഇറ്റ് ഈസ് ജസ്റ്റ് ദി നമ്പർ ഓൺ യുവർ സാലറി. ഇപ്പം നിങ്ങൾക്ക് എത്രയാണോ സാലറി അതാണ് ആ ഒരു നോമിനൽ വേജ്. റിയൽ വേജ് എന്ന് പറഞ്ഞാൽ ഇൻഫ്ലേഷനുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്തതിന് ശേഷമുള്ള ഒരു എമൗണ്ട് ആണ്. ഓക്കെ, സോ ഈ ഒരു റിയൽ വേജസ് ഇറ്റ് ഗ്രൂ മച്ച് ലോവർ ദാൻ നോമിനൽ വേജസ്. 2023 വേജ്, അതായത് വേജസ് 9.2% നോമിനലി അത് കൂടുന്നുണ്ട്. ഇൻഫ്ലേഷന് ശേഷം ആൾക്കാർക്ക് ഈ വാങ്ങിക്കാൻ പറ്റുന്ന അവരുടെ ആ ഒരു പവർ അത് ഏകദേശം ഇപ്പോൾ 9.2% നോമിനലി ഇത് വർദ്ധിച്ചെങ്കിലും ഇറ്റ് ഗ്രൂ ഓൺലി 2.5%. ആൾക്കാരുടെ ആക്ച്വൽ ബൈയിങ് പവറിനെ പറ്റിയാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, ഇൻഫ്ലേഷന് ശേഷം 2020 ദി ബൈയിങ് പവർ ഇറ്റ് ഈവൻ ഫെൽ. ഓക്കെ, ഒരു നെഗറ്റീവ് റിയൽ ഗ്രോത്ത് ആണ് നമുക്ക് ഉണ്ടായത്. ഇൻഫ്ലേഷൻ കൊണ്ട്, ബിക്കോസ് ഇൻഫ്ലേഷൻ ഈറ്റ്സ് അപ്പ് ഹാഫ് ഓർ മോർ ഓഫ് ദി വേജ് ഇൻക്രീസ്ഡ്. ഓക്കെ, അതുകൊണ്ട് ഈ ഫാമിലീസിൽ വളരെയധികം കുറച്ച് അവർക്ക് സേവ് ചെയ്യാൻ പറ്റുള്ളൂ. അതേപോലെ ഈ നോൺ എസെൻഷ്യൽ ഗുഡ്സിൽ ദേ സ്പെൻഡ് ലെസ് ഓൺ നോൺ എസെൻഷ്യൽസ്. ഓക്കെ, അതേപോലെ ഹൗസ് ഹോൾഡ് അവരുടെ ആ ഒരു കടങ്ങൾ വർദ്ധിച്ചു വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അവർ ഒരുപാട് അതായത് ദേ ഹാവ് ബോറോഡ് മോർ ഡ്യൂറിങ് ദിസ് പീരീഡ്. 2025 ആയപ്പോൾ ആ ഒരു പ്രൈസ് ഒക്കെ ഏകദേശം കൂൾ ഡൗൺ ആയിട്ടുണ്ട്. പക്ഷേ ദി ഏർലിയർ ഫുഡ് ഇൻഫ്ലേഷൻ സ്പൈക്സ് ആൻഡ് ഈ ഒരു റിയൽ വേജ് ഗ്രോത്ത് ഉണ്ടല്ലോ, ഒരു വളരെ സ്ലോ ആയിട്ടുള്ള ഒരു റിയൽ വേജ് ഗ്രോത്ത് ഇറ്റ് ലെഫ്റ്റ് എ ഡെന്റ് ഇൻ പീപ്പിൾസ് പോക്കറ്റ്. ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷന്റെ പഠനങ്ങൾ പ്രകാരം ഇന്ത്യ പോലെയുള്ള രാജ്യങ്ങളിൽ ഈ റിയൽ വേജസ്, ഓക്കെ, ഒരു ഇൻഫ്ലേഷനായിട്ട് അഡ്ജസ്റ്റ് ചെയ്തതിന് ശേഷമുള്ള ഒരു എമൗണ്ട് ഇറ്റ് ഹാവ് ബെയർലി ഗ്രോൺ എന്നാണ് പറഞ്ഞത്. അതായത് ആൾക്കാരുടെ അടുത്ത് വളരെ കുറച്ച് എക്സ്ട്രാ പൈസയേ ഉള്ളൂ ചിലവാക്കാൻ. അതുകൊണ്ട് തന്നെ വളരെ വീക്ക് കൺസംഷൻ ഡിമാൻഡാണ് ഉള്ളതെന്നാണ് അവർ പറഞ്ഞത്. പിന്നെ ഈ ഗിനി കോഎഫിഷ്യന്റിനെ പറ്റിയിട്ട് നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിരുന്നു. ഇൻഇക്വാലിറ്റി മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്, ഇൻകം ഇൻഇക്വാലിറ്റി മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. 0 ആണെന്നുണ്ടെങ്കിൽ പെർഫെക്റ്റ് ഇക്വാലിറ്റി ആണ്, 1 ആണെന്നുണ്ടെങ്കിൽ ടോട്ടൽ ഇൻഇക്വാലിറ്റി ആണ്. ഓക്കെ, സോ ഇത് പ്രകാരം ഇൻഇക്വാളിറ്റി കുറഞ്ഞു എന്നാണ് ഗിനി കോഎഫിഷ്യന്റ് പറഞ്ഞത്. ഓക്കെ, പക്ഷെ ഇത് ഇൻഫോർമൽ സെക്ടറിനെ കംപ്ലീറ്റ് ആയിട്ട് അത് ഇഗ്നോർ ചെയ്യുന്നുണ്ട്. ഇൻഇക്വാളിറ്റി ഈസ് സ്റ്റിൽ ഇറ്റ് മേ ബി ഹൈ. പിന്നെ വേറെ കുറച്ച് പഠനങ്ങൾ പറയുന്നത് കോവിഡിന് ശേഷമുള്ള ഒരു റിക്കവറി ഒരു കെ ഷേപ്ഡ് ആണെന്നാണ്. ഓക്കെ, കെ ഫോർ കിങ്, കെ. അപ്പോൾ കെയുടെ അപ്പോൾ അപ്പർ പാർട്ട് ഉണ്ടല്ലോ, കെയുടെ അപ്പർ പാർട്ട് അത് കാണിക്കുന്നത്, അതായത് നല്ല കാശുള്ള സെക്ടേഴ്സും അതേപോലെ ഇൻഡിവിജ്വൽസും അവർ ഇപ്പോൾ നല്ലൊരു ഇതിലൂടെയാണ് അവർ പോയിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, കോവിഡ് റിക്കവറിയെ പറ്റിയാണ് നമ്മൾ പറയുന്നത്. ദേ ആർ ഡൂയിങ് വെരി വെൽ. ഓക്കെ, റിച്ച് സെക്ടേഴ്സും അതേപോലെ പൈസയുള്ള ആൾക്കാരും. ഈ കെന്റെ തന്നെ ലോവർ പാർട്ട് അത് പുവർ സെക്ഷൻസിനെ കാണിക്കുന്നതാണ്. ഓക്കെ, ദേ ആർ ഫോളോയിങ് ബിഹൈൻഡ് എന്നാണ് പറയുന്നത്. ബില്യനേഴ്സ് ഒക്കെ കൂടി വരുന്നുണ്ട്, വേജസ് ഫ്ലാറ്റ് ആണ്. ഓക്കെ, ഒരുപാട് സൂപ്പർ റിച്ച് ആയിട്ടുള്ള ആൾക്കാരെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. പക്ഷെ ഈ ലോവർ ഇൻകം ആ ഒരു വേജസ് അത് കൂടുന്നില്ല. ഓക്കെ, അതുകൊണ്ട് തന്നെ ക്വാളിറ്റി എഡ്യൂക്കേഷൻ ഒക്കെ വളരെയധികം കുറവാണ്. ഓക്കെ, ദർ ആർ ഫ്യൂവർ ഓപ്പർച്യൂണിറ്റീസ് ഫോർ ക്വാളിറ്റി എഡ്യൂക്കേഷൻ, ഹെൽത്ത് കെയർ ആൻഡ് ലോങ് ടേം ഇക്വിറ്റബിൾ ഗ്രോത്ത്. ഓക്കെ, സോ ഇൻ ഷോർട്ട് നമുക്ക് പറയാനുള്ളത്, ഇന്ത്യയുടെ ഒരു ഗ്രോത്ത് നമുക്ക് നോക്കുമ്പോൾ ഇറ്റ് ഈസ് ലുക്കിംഗ് അൺഈക്വൽ. ഓക്കെ, അവർ ടോപ്പിലുള്ള ആൾക്കാർ ദേ ആർ റേസിംഗ് അഹെഡ്, ബട്ട് ദ ബോട്ടം പീപ്പിൾ ദേ ആർ സ്റ്റിൽ സ്ട്രക്ക് ഓൺ എ ട്രെഡ്മിൽ. സോ ഇവിടെ നമുക്ക് പറയാനുള്ള മെയിൻ ഒരു പ്രശ്നം എന്താന്ന് പറഞ്ഞാൽ, GDP ഒക്കെ കൂടുന്നുണ്ട്, ഇൻഫ്ലേഷൻ സ്റ്റേബിൾ ആണ്, പക്ഷെ ആൾക്കാരുടെ ഈ എവറിഡേ ലൈഫ് ഓഫ് മെനി പീപ്പിൾ ഇറ്റ് ഈസ് ഇൻ ഇംപ്രൂവിങ്. ഒന്ന്, അതിന് ഈ ഫുഡ് പ്രൈസും ഒക്കെ വളരെയധികം ഇറ്റ് ഈസ് സ്വിങ്ങിങ് വെരി വൈഡ്ലി. ഓക്കെ, കൂടിയും കുറഞ്ഞിട്ടൊക്കെ ഇരിക്കുകയാണ്. അതേപോലെ റിയൽ വേജസ് അതൊന്നും അധികം കൂടുന്നില്ല. ഓക്കെ, ദേ ആർന്റ് ഗ്രോയിങ് മച്ച്. ഇൻഇക്വാലിറ്റി വളരെയധികം ഹൈ ആണ്. ഓക്കെ, പിന്നെ ഫിസിക്കൽ ഹെൽത്ത് പറയാനാണെന്നുണ്ടെങ്കിൽ, അത് ഗവൺമെന്റ് ഫൈനാൻസ് പറയാനാണെന്നുണ്ടെങ്കിൽ ദേ ആർ അണ്ടർ പ്രഷർ. റിയാലിറ്റി എന്താന്ന് പറഞ്ഞാൽ, ഈ ഒരു വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഈ ഒരു ഗ്രോത്ത് നമ്പേഴ്സ് ഇറ്റ് ഡോണ്ട് ഓട്ടോമാറ്റിക്കലി മീൻ ബെറ്റർ ലിവിങ് സ്റ്റാൻഡേർഡ്സ് ഫോർ എവരി വൺ. നമ്മുടെ റിയൽ ഗോൾ എന്തായിരിക്കണം? ഒരു ഹെൽത്തി എക്കോണമിയിൽ അതായത് ഒരു ഹെൽത്തി എക്കോണമി എല്ലാ സെക്ഷനിലുള്ള, അതായത് ഒരു സൊസൈറ്റിയിലെ എല്ലാ സെക്ഷനിലുള്ള ആൾക്കാരെയും അത് ബെനിഫിറ്റ് ചെയ്യണം. ഒരു ഇൻക്ലൂസീവ് ഗ്രോത്ത് അവിടെ ഉണ്ടാവണം. ആൾക്കാർക്ക് ശരിക്കും സാധനങ്ങൾ വാങ്ങിക്കാൻ പറ്റണം. ഓക്കെ, ഒരു റിയൽ ഇൻകം അത് കൂടണം. പീപ്പിൾ
ക്യാൻ ആക്ച്വലി ബൈ മോർ. ഓക്കെ, അതാണ് ഒരു ഹെൽത്തി എക്കോണമിക്ക് വേണ്ടത്. ഇതൊക്കെയാണ്. പിന്നെ ഫിസിക്കൽ റെസിലിയൻസ് ആണ്. ഓക്കെ, ഗവൺമെന്റിന് ആ ഒരു ഡെവലപ്മെന്റിന് സപ്പോർട്ട് ചെയ്യാൻ പറ്റണം വിത്തൗട്ട് റിസ്കി കടമെടുപ്പ്. ഓക്കെ, റിസ്കി ബോറോയിങ് ഇല്ലാതെ ഗവൺമെന്റിനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റണം. സോ ബേസിക്കലി നമ്മൾ ഇത്രത്തോളം കാര്യം മനസ്സിലാക്കുക. ഒരു എക്കോണമിയെ അല്ലെങ്കിൽ ഒരു എക്കോണമിയുടെ ഹെൽത്തിനെ വെറും നമ്പർ വെച്ചിട്ട് ജഡ്ജ് ചെയ്യരുത്. ഓക്കെ, ജഡ്ജ് ഇറ്റ് ബൈ ഹൗ ഇറ്റ് ഫീൽസ് ഇൻ പീപ്പിൾസ് ലൈഫ്. ഓക്കെ.